ഹലോ. അപ്പൊ ഇന്ന് നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന ഓയിലിലേക്ക് 1/2 സ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1.5 സ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി വന്നതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കഷ്ണം ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. അരപ്പ് റെഡി ആയിട്ടുണ്ട്, മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല കുറുകിയ ചാറോട് കൂടി എടുക്കണമെങ്കിൽ ഈ ഒരു പരുവത്തിലെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. ഇപ്പോഴും നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം.